ആർക്കൊക്കെയാണ് ഹൈ മാർജിനിൽ ബെറ്റർ ക്ലയൻസ് വേണ്ടത്? കൈപൊക്കുകയെ. ഹൈ മാർജിനിൽ ബെറ്റർ ക്ലയൻസ്. യെസ്, വെരി ഗുഡ്. ആർക്കൊക്കെയാണ് കൂടുതൽ ചാർജ് ചെയ്യേണ്ടത്? ബെറ്റർ ക്ലയൻസിനെ കിട്ടേണ്ടത്, സിംപ്ലിഫൈ ചെയ്യേണ്ടത്, ബിസിനസ്സിനെ ലൈറ്റ് വെയ്റ്റ് മോഡൽ ആർക്കൊക്കെ ആക്കേണ്ടത്? ലൈറ്റ് വെയ്റ്റ്. അതാണ് ഇന്നത്തെ സീക്രട്സ്, സെയിൽസ് അട്രാക്ഷൻ സീക്രട്സ്. യെസ്, ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടേ പോകത്തുള്ളൂ. രജനീഷേ, പ്രൈസ് ഡബിൾ ആക്കാനുള്ള തീരുമാനം എടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അതിനു മുന്നേ ഞാനൊരു തീരുമാനം മനോജേട്ടാ രാവിലെ അങ്ങ് പറയാം. ഈ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പം വർക്കി സാറേ ഒരു തീരുമാനം ഞാനെടുത്തു. നമ്മുടെ കിങ് മേക്കറിൻ്റെ എല്ലാ സർവീസുകളുടെ പ്രൈസും ഞാൻ അങ്ങ് ഡബിൾ ചെയ്തു. ഇന്ന് മുതൽ നമ്മുടെ 1 ഇയർ ട്രെയിനിങ് പ്രോഗ്രാം രാവിലെ നമ്മൾ പൃഥ്വിരാജ് എല്ലാ ദിവസവും രാവിലെ നമ്മൾ കൂടത്തില്ലേ? ഇന്ന് മുതൽ എത്ര രൂപയായിരുന്നു ഇന്നലെ വരെ? 1 lakh. ഇന്ന് മുതൽ 2 lakh. ഒരു മാറ്റവും ഇല്ല, 2 lakh. തീരുമാനം പറഞ്ഞിട്ടാണ് ഈ സെഷൻ ഞാൻ തുടങ്ങാൻ പോകുന്നത്. ഇതുപോലെ തന്നെയായിരിക്കും ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങളും തീരുമാനം എടുക്കാൻ പോകുന്നത്. ദാറ്റ് വി ആർ ഗോയിങ് ടു ഡബിൾ അവർ പ്രൈസ് ഫ്രം ടുഡേ. ഹരി, റെഡിയാണോ? ആരൊക്കെയാണ് പ്രൈസ് കൂട്ടാൻ തയ്യാറായിട്ടുള്ളവരൊന്ന് കൈവക്കിക്കേ. എനിക്ക് പിന്നെയും കാണണം ഈ മുഖമൊക്കെ ഇവിടെ തന്നെ കേട്ടോ. ശരി. പ്രൈസിങ് ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ ബിസിനസ് സ്ട്രാറ്റജി. അറിയാമല്ലോ, നമുക്കാകെയുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് എന്ന് പറയുന്നത് ഈ 2-3 കാര്യങ്ങളാണ്. ഏതാ? നമ്മുടെ ഡെയിലി ട്രെയിനിങ്, നമ്മുടെ കൺസൾട്ടിങ്, അല്ലെങ്കിൽ ഈ പറയുന്ന പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും തോന്നുന്നത് ഞാൻ ഏതാണ്ടൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നും പുതിയത് എന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് പ്രൈസിങ് സ്ട്രാറ്റജി. നമ്മൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? പ്രൈസിൽ ചെറിയ കളികൾ കളിക്കുന്നു, അത്രയേ ഉള്ളൂ. വേറൊന്നും ടോമേ നമ്മൾ ചെയ്യുന്നില്ല. റൈറ്റ്? യെസ്. സോ വി ആർ ഗോയിങ് ടു ലേൺ സംതിങ് ന്യൂ. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ചിന്തിപ്പിക്കാനും നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ലാത്ത ചില തീരുമാനങ്ങൾ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാനുമാണ് ഇന്നത്തെ ഈ വേദി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. മോസ്റ്റ് ബിസിനസ്സസ് എൻഡ് അപ്പ് ഇൻ ബാങ്ക്രപ്സി ആൻഡ് ആർ liquidated or sold off because they are not making enough money. ബിസിനസ് എല്ലാം പൂട്ടിപ്പോകുന്നതിൻ്റെ പിന്നിൽ ഒറ്റ കാര്യമുള്ളൂ, they are not making enough money. നല്ല ലാഭത്തിലുള്ള ഒരുപാട് കാശുണ്ടാക്കുന്ന ഏതെങ്കിലും കമ്പനി പൂട്ടിപ്പോവോ? പൂട്ടുവോ? ഇല്ല. ഇൻ ലൈഫ് യു നീഡ് എമർജൻസി ഫണ്ട്. അങ്ങനല്ലേ ബബ്ലു സാറേ നമ്മൾ പറയാറുള്ളത് അല്ലേ? ഫിനാൻസിൻ്റെ അകത്ത് എന്താ നമ്മൾ പറയുന്നത്? ലൈഫിൽ എമർജൻസി ഫണ്ട് വേണം അല്ലേ? പറയാറില്ലേ? എന്ന് പറയുന്ന പോലെ ഇൻ ബിസിനസ് യു നീഡ് ക്രൈസിസ് ഫണ്ട്. എന്ത് ഫണ്ട് വേണം? ക്രൈസിസ് ഫണ്ട്. ക്രൈസിസ് ഫണ്ട് ബിസിനസ്സിലുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ക്രൈസിസ് ഫണ്ട്. പൃഥ്വിരാജ്, ഗുഡ്. യെസ്, ഗുഡ്. യെസ്, വളരെ കുറച്ച് കൈകൾ മാത്രമാണ് പൊങ്ങി. ലൈഫിൽ എമർജൻസി ഫണ്ട് ഉള്ളവരൊന്ന് കൈവക്കിക്കേ. ലൈഫിൽ എമർജൻസി ഫണ്ട്. യെസ്, ലൈഫിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ബിസിനസ്സിന് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായല്ലോ. യു നീഡ് എമർജൻസി ഫണ്ട് ഇൻ ബിസിനസ്. ആ ഫണ്ടിൻ്റെ പേരാണ് ക്രൈസിസ് ഫണ്ട്. യു നീഡ് എ മിനിമം ഓഫ് 12 months സേഫ്റ്റി ആസ് യുവർ ക്രൈസിസ് ഫണ്ട്. ഇന്നലെ രാത്രി ഞാനും അൻവറും സാദിക്കും ശ്രീലിലും കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. സാദിക്കെ ഓർമ്മയുണ്ടല്ലോ, ക്രൗൺ പ്ലാസയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു.
സാറേ, സെബാസ്റ്റ്യൻ സാറേ, നമ്മളുടെ ഈ ക്രൗൺ പ്ലാസ ഈ പറഞ്ഞ കോവിഡ് സമയത്ത് ഈ ഹോട്ടലുകളെല്ലാം അടച്ചു പൂട്ടിയിരിക്കുന്ന സമയമായിരുന്നു അല്ലേ? ആ സമയത്തും ഇവിടെ ഇത്രയും തന്നെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഇത്രയും തന്നെ എക്സ്പെൻസും ഉണ്ടായിരുന്നു, ഇത്രയും തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും ഉണ്ടായിരുന്നു. ആ പറഞ്ഞ 3 to 6 months കോവിഡ് വന്ന് ലോകം മുഴുവൻ അടച്ചിട്ട സമയത്ത് ഇവരുടെ കയ്യിൽ ക്രൈസിസ് ഫണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഹാൾ ഇന്നിങ്ങനെ കിടക്കില്ല, ആ റൂം ഇന്ന് അങ്ങനെ കിടക്കില്ല. എത്ര നന്നാക്കാൻ നോക്കിയാലും പിന്നീട് ഇത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. റൈറ്റ്? നമ്മുടെ ബിസിനസ്സിലെല്ലാം ഈ കോവിഡ് കാലം എങ്ങനെയാണ് ക്രൈസിസ് ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം. 1 മാസം നമ്മൾ സ്റ്റാഫിനൊക്കെ സാലറി കൊടുത്തു, റെൻറ്റും കൊടുത്തു. 2ാമത്തെ മാസം നമ്മൾ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു പകുതിയെ തരാൻ പറ്റുള്ളൂ. റെൻറ്റ് കൊടുക്കുന്ന ആളിനെ വിളിച്ച് പറഞ്ഞു അടച്ചിട്ടിരിക്കുകയാണ്. വണ്ടിയുടെ EMI മുടങ്ങി. ബാങ്കിലെ തിരിച്ചടവ് മോണിറ്റോറിയം തന്നില്ലായിരുന്നെങ്കിൽ അതും മുടങ്ങിയേനെ. എത്ര പേര് അടച്ചിട്ടിരുന്ന സമയത്തും തുറന്ന് പ്രവർത്തിക്കുന്ന സമയത്തെ പോലെ തന്നെ ബിസിനസ്സിനെ കൊണ്ട് നടന്നു? ഗുഡ്. ഹൗ വാസ് ഇറ്റ് പോസിബിൾ? ഒന്നെങ്കിൽ ക്രൈസിസ് ഫണ്ട് എടുത്തു, ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എമർജൻസി ഫണ്ട് എടുത്ത് കൺവേർട്ട് ചെയ്തു. ക്രൈസിസ് ഫണ്ട് ഉപയോഗിച്ചവരൊന്ന് കൈപൊക്കിക്ക്. വെരി ഫ്യൂ. എന്തോ 2 കൊല്ലം, 2 മാസം മതി. 24 ആക്കണം. ആദ്യം ഞാനൊന്ന് 12 ആക്കിക്കട്ടെ. 1 കൊല്ലത്തെ ക്രൈസിസ് കഴിഞ്ഞപ്പോൾ തീർന്നു പോയി. അതുകൊണ്ട് എൻ്റെ ഉപദേശമാണ് വർമ്മ സാറേ, 2 കൊല്ലത്തെ 24 മാസത്തെ ക്രൈസിസ് ഫണ്ട്. ആ സ്ലൈഡിൽ ഒരു തിരുത്ത് വേണം കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. അനുഭവസ്ഥം പറയുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 1 മാസത്തെ പോലും ക്രൈസിസ് ഫണ്ട് ബാക്കിയില്ലാത്തവരുടെ അവസ്ഥ. എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം വരുന്നത് ബിസിനസ് ചെയ്യാൻ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നേ? എങ്ങനെ ഉറങ്ങാൻ പറ്റും? എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്? യെസ്, ഡോണ്ട് വെറി അബൌട്ട് ദ റിട്ടേൺ ഇറ്റ് മേ ബ്രിങ്. എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ പൈസ വരുന്ന, ഫണ്ട് വരുന്ന കുറച്ച് പേര് ഇരിപ്പുണ്ട് ഇവിടെ. അവരുടെ അടുത്ത് ബബ്ലു സാറൊക്കെ വന്നിട്ട് പറയും വെറുതെ കമ്പനിക്കകത്ത് പൈസ ഇട്ടുകൊണ്ടിരിക്കരുത്, അതെടുത്ത് പുറത്ത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. മെജോ വസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അത് തരാൻ പോകുന്ന റിട്ടേണിനെ കുറിച്ചാണ് പറയുന്നത്. ഏത്? ഈ ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് തരാൻ പോകുന്ന റിട്ടേണിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നോ നോ. ഈ ഫണ്ട് അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഇറ്റ് വിൽ ഗിവ് യു പീസ് ഓഫ് മൈൻഡ്. ദീപക്കെ, ഏറ്റവും വലുതെന്താ ജീവിതത്തിൽ? സ്വസ്ഥത. മിസ്ബാക്ക, സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? ഈ പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയിൽ കൊണ്ടുപോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. തൊടുപുഴയിലെ പ്രോപ്പർട്ടി അവിടെ കിടപ്പുണ്ട്. നമുക്കൊരാവശ്യം വരുമ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടോ? ലൈഫിൽ എമർജൻസി ഫണ്ടും ബിസിനസ്സിൽ ക്രൈസിസ് ഫണ്ടും ഇന്ന് മുതൽ മാറ്റിവെക്കണം. ഇന്ന് മുതൽ തുടങ്ങിക്കണം. ഞാൻ ഈ കളികളൊക്കെ കളിക്കുമ്പോഴും എനിക്കറിയാം എന്ത് സംഭവിച്ചാലും ഈ പറഞ്ഞ 1 കൊല്ലത്തേക്ക് ഒരു പ്രശ്നവും കൂടാതെ മുന്നോട്ട് ഈ കമ്പനിയെ കൊണ്ടുപോകാനുള്ള ഫണ്ട് ആവശ്യത്തേക്കാൾ കൂടുതൽ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടിട്ടാണ് ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം ജോർജ് ചേട്ടാ? ഒരു കസ്റ്റമർ വരുക, അപ്പോൾ ചോദിക്കുന്നു കൺസൾട്ടിങ്ങിന് എത്രയാ? 2 lakhs. ഒരു 50,000 രൂപയ്ക്ക് തരുമോ? ഇവിടെ ആവശ്യത്തിനുള്ള ഫണ്ടും കിടപ്പുണ്ട്, ആവശ്യം കഴിഞ്ഞുള്ള ഫണ്ട് മാറ്റിയിട്ടിട്ടുണ്ട്. നമ്മളെന്ത് പറയും? ഉപദേശം കൊള്ളാം വർമ്മ സാറേ.
പക്ഷേ ശരിയൊരു പ്രശ്നമുണ്ട്. ഈ ഫണ്ട് ഇല്ലെങ്കിൽ, കമ്പനിയുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ എന്ത് പറയും? സാറേ ഒരു 60 രൂപ, ഒരു 75 രണ്ടാ ചോദിച്ചേ, 75 നമുക്ക് അവിടെ ഒരു 10 രൂപയെങ്കിലും താടെ എന്ന് ലാസ്റ്റ് അവസാനം എന്താകും? അവൻ്റെ ഇവിടെ കൊണ്ട് തല വെച്ച് കൊടുക്കും. വെൻ സംതിങ് അൺയൂഷ്വൽ ഹാപ്പൻസ് യു ഹാവ് 12 months ടു കവർ. 12 മാസത്തെ ക്രൈസിസ് ഫണ്ട് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ? എന്തെങ്കിലും അൺയൂഷ്വലായിട്ടൊരു കാര്യം സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 12 മാസത്തേക്കുള്ള സേഫ്റ്റി പീരീഡ് ഉണ്ട്. ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ സൗമ്യേച്ചി. നമ്മൾ ദുബൈയിൽ അത്രയും സ്റ്റുഡൻസിനെയൊക്കെ പഠിപ്പിക്കുന്നു, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു ക്രൈസിസ് വന്നു, അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ ലൈഫ്. നമുക്ക് ആ ഒരു ബാക്കപ്പ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കിട്ടുന്ന പൈസ മുഴുവൻ മനോജേട്ടൻ അടിച്ചുകൊണ്ട് പോവുക, അങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറയണ്ട, അത് നമുക്ക് പിന്നെ സെറ്റിൽ ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ സൗമ്യേച്ചിക്ക് എപ്പോഴും ടെൻഷനായിരിക്കും അല്ലേ? പിന്നെ എന്ത് ചെയ്യും? നമ്മൾ കോംപ്രമൈസ് ചെയ്യും. കോംപ്രമൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സമതേ, കസ്റ്റമർക്കാണ് ഡിമാൻഡ്. വിൽക്കുന്ന നമുക്കാണോ? ഡിമാൻഡ് ആർക്കാ? കസ്റ്റമർക്ക്. അവൻ തീരുമാനിക്കും എത്ര രൂപയ്ക്ക് നമ്മുടെ സർവീസ് എടുക്കണം എന്ന്. എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട്. റൈറ്റ്? ഇഫ് യു ഹാവ് ദാറ്റ് സെക്യൂരിറ്റി നൗ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീതു, അക്കൗണ്ടിൽ ഇപ്പോൾ അടുത്ത 1 കൊല്ലത്തേക്ക് കമ്പനി അടിപൊളിയായിട്ട് റൺ ചെയ്യാനുള്ള പൈസ ഉണ്ട്? ഇല്ല. ഒന്ന് വിശ്വസിച്ച് ഉണ്ട് ഒന്ന് ഓർത്ത് നോക്കി. ഒന്ന് കണ്ണടച്ച്. ഷീബേച്ചി ഒന്ന് കണ്ണടച്ച്. ഷാജിയേട്ടാ, സതീഷേട്ടാ, അശ്വിനെ, 1 കൊല്ലത്തേക്ക് ഒരു ഡിസ്ട്രാക്ഷൻ. അവരോട് മാത്രമല്ല കണ്ണടയ്ക്കാൻ പറഞ്ഞേ, അവരുടെ പേര് ഞാൻ വിളിച്ചതേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. അടുത്ത 1 കൊല്ലത്തേക്ക് ബാക്കപ്പ് ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇടവേ ഇവിടെ എങ്ങനെ എത്തി? ദുബൈക്കാരൊക്കെ എവിടെ ഇരിക്കുന്നു? മെജോ പുറപ്പെട്ടു. വെരി ഗുഡ്. അപ്പോൾ ദുബൈയിൽ നിന്ന് വന്നവർക്കൊരു കയ്യടി കൊടുത്ത ഈ ക്ലാസ്സിന് വേണ്ടി മാത്രം. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 കൊല്ലത്തേക്കുള്ള ബാക്കപ്പ് ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ചെയ്യും. ആദ്യം എന്തോ രജനീഷേ, ചില അവന്മാരെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടും. ആരെ? നമ്മുടെ ചില സ്റ്റാഫിനെ ഇന്നേ പറഞ്ഞു വിടും. കാരണം എന്താ? അവന് പെൻഡിങ് ഉള്ള ആ സാലറിയൊക്കെ ഇന്ന് അവൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് എടുത്തോണ്ട് പോടാവിടുന്ന് എന്നും പറഞ്ഞ് അവനെ ഇറക്കി വിടും. ചില കസ്റ്റമേഴ്സിനോട് നമ്മൾ ബൈ പറയും. ചില സപ്ലയർമാരുടെ ഓഫീസിലോട്ട് നെഞ്ച് വിരിച്ചൊന്ന് കയറി ചെല്ലും. കൊടുക്കാനുള്ളവരെയൊക്കെ നമ്മൾ വിളിക്കും. അതെല്ലാം സെറ്റിലാവും. ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് രസമാണല്ലേ? എന്ത് സ്വസ്ഥതയുള്ള ബിസിനസ് ലൈഫായിരിക്കും അല്ലേ? ആഹാ. ഇനി യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു പോരാ കേട്ടോ. കുറച്ച് നേരം ഒന്ന് സൂചിപ്പിച്ചതാ. അങ്ങനെയാണ് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ, കമ്പനി അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരന് കിട്ടുന്ന ധൈര്യം അതാണ്. അത് അക്കൗണ്ടിൽ കിടന്നപ്പോഴല്ലയോ ദുബൈ പോകണമെന്ന് കുത്തൽ തോന്നിയേ, അങ്ങോട്ട് കോടികൾ മറിക്കണമെന്ന് തോന്നിയേ അല്ലേ? അതില്ലായിരുന്നെങ്കിൽ തോന്നത്തില്ല. പക്ഷേ ബിസിനസ് എക്സ്പാൻഷൻ, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത ടൈം ഒന്ന് തെറ്റിപ്പോയി എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. ഇല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല മൂവ്മെൻ്റ് ആയിരുന്നു അതല്ലേ? ഏറ്റവും നല്ല തീരുമാനമായിരുന്നു. നമ്മൾ ചെയ്തപ്പോൾ അത് കോവിഡ് വന്നുപോയി, നമ്മുടെ കയ്യിലല്ല. പക്ഷേ അത് ചെയ്യാൻ ശശിയേട്ട എങ്ങനെ പറ്റിയേ? ഫണ്ടുണ്ട് നമ്മുടെ കയ്യിൽ. ഫണ്ടുള്ളപ്പോൾ എന്താ ഗുണം ഗോപേട്ട? ഒരു സപ്ലയർ പറയുകയാണ്, ഈ സാധനം തരാം, മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ഞാൻ കൊടുക്കുന്നതിൽ ഏറ്റവും വില കുറച്ച് തരാം. ഒരു കണ്ടെയ്നർ അവിടെ വന്ന് കിടപ്പുണ്ട്, ആ കണ്ടെയ്നർ അങ്ങ് എടുക്കാമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന പൈസയ്ക്ക് ഞാൻ സാധനം തന്നേക്കാം. മെജോ, ഞാൻ ചൈനയിൽ നിന്ന് മേടിച്ച അതേ വിലയ്ക്ക് അങ്ങ്, കാരണം ഞാൻ 4 കണ്ടെയ്നർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കണ്ടെയ്നർ വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഇറക്കിയ പൈസ ഇനി കിട്ടും. അപ്പം സപ്ലയറായ ഞാൻ എന്ത് പറയും? വാങ്ങിയ വിലയ്ക്ക് ഞാൻ തന്നേക്കാം, പേയ്മെൻറ്റ് ഇപ്പം തന്നാൽ. ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭം എന്തായിരിക്കും?
അപ്പുറത്തെ ബേക്കറിക്കാരൻ്റെ കയ്യിലിരിക്കുന്നത് 18 രൂപയ്ക്ക് കിട്ടിയ കുടിവെള്ളം അവൻ 20 രൂപയ്ക്ക് വിൽക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റുകാരൻ അതേ സാധനം 15 രൂപയ്ക്ക് കിട്ടുന്നത് 20 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കുറേയും കൂടെ വലിയ ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റുകാരൻ 8 രൂപയ്ക്ക് കിട്ടുന്നത് 20 രൂപയ്ക്ക് വിൽക്കുമ്പോൾ യൂസഫ് അലിക്ക 1 രൂപ കൊടുക്കാതെ ഈ സാധനം 20 രൂപയ്ക്ക് വിൽക്കും. കാരണം എന്താ? അപ്ഫ്രണ്ട് കൊടുക്കാൻ പൈസയുണ്ട്. അവിടെ പൈസ അല്ല, ബ്രാൻഡ് വാല്യൂ ഉണ്ട്. പ്രോഫിറ്റ് കൂടണമെങ്കിൽ കയ്യിൽ പൈസ വേണം. കടം മേടിച്ച് ബിസിനസ് ചെയ്താൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അവരൊക്കെ പറയുന്ന ഡിമാൻഡ് എല്ലാം നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. അവൻ പറയുന്ന റേറ്റിലെടുത്ത് അവൻ പറയുന്ന റേറ്റിൽ വിൽക്കേണ്ടി വരും. നമുക്കെന്താ വേണ്ടേ? ക്രൈസിസ് ഫണ്ട്. വി നീഡ് മണി. യെസ് റോയിച്ചേട്ടാ, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്തുവാ? നമ്മുടെ കയ്യിൽ പൈസ ഇരിപ്പുണ്ട്. നമ്മുടെ ഡ്രോയർ തുറന്ന പൈസ, നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറിയ പൈസ, നമ്മളുടെ വീട്ടിൻ്റെ ആ ഷെൽഫ് തുറന്നു കഴിച്ച പൈസ, റോയിച്ചേട്ടൻ്റെ ടി വിയുടെ സൈഡിൽ പൈസ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നറിയോ? ഇറ്റ് സ്റ്റാർട്ട്സ് അട്രാക്റ്റിംഗ് മണി. നമ്മൾ പിന്നെ ടോമേ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയത്തില്ല. നമ്മൾ എന്തിനെക്കുറിച്ച് പറയും? സമ്പത്തിനെക്കുറിച്ച് പറയും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സ്റ്റാഫിന് സാലറി കൊടുക്കുന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ ഒരു മീറ്റിംഗ് വിളിക്കും. എന്നിട്ട് എന്താ പറയും? ഇന്നലെ എൻ്റെ ഭാര്യയുടെ താലിമാല പണയം വെച്ചിട്ടാണ് നിനക്കൊക്കെ ഞാൻ ശമ്പളം തന്നേക്കുന്നത്. ആ സ്ഥാപനത്തിലേക്ക് എന്തായിരിക്കും കടന്നു വരുന്നത്? സമ്പത്തായിരിക്കുമോ? കടം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ സ്റ്റാഫിന്, അയ്യോ എൻ്റെ സാറ് ഇന്നലെ സ്വർണം പണയം വെച്ച് കൊണ്ടുവന്ന് വർക്ക്, സാറേ എൻ്റെ സാറ് അയ്യോ പാവം, അതുകൊണ്ട് ഇന്ന് തൊട്ട് ഞാനങ്ങ് വർക്ക് ചെയ്തേക്കാം. അവൻ്റെ മനസ്സിൽ അപ്പം തോന്നുന്നത് എന്തുവാണെന്നറിയോ? ഓഹോ 3G ആയിരിക്കുക, ഇങ്ങനെ എത്രയും പെട്ടെന്ന് അടുത്ത ജോലി കണ്ടെത്തണം, ഇല്ലെങ്കിൽ ഇത് മുങ്ങുന്ന കപ്പലാണ്. എൻ്റെ പൊന്നടവേ, കൈ പൈസ ഇല്ലെങ്കിൽ ബിസിനസ്സുകാരന് ഒരു വിലയില്ല. നാട്ടിലെയും ബിസിനസ്സിൻ്റെ അകത്തേക്ക് പോട്ടെ, വീട്ടിൽ പോലും ഒരു വിലയും കാണുന്നില്ല. ഇതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഒരു 7-8 ബിസിനസ് ചെയ്തിട്ടുള്ളതാണ് ഈ പൈസ ഇല്ലാതെ. അനീപിക്കോ ഹരി? യെസ്, ഈ പണം ഇല്ലാതെ കുറേ ബിസിനസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാം പണം ഇല്ലാതെ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്. സുരേഷ് ഏട്ടാ, റൈറ്റ്? യെസ്. So, if you run out of cash, you becomes frustrated. പ്രിൻസേ, ഒരു സൈറ്റിൽ നിന്ന് ഫണ്ട് കിട്ടി, ആ സാധനം എടുത്ത് നമ്മളൊരു മറിച്ചു കൊടുക്കാനുള്ള സപ്ലയർമാർക്കൊക്കെ കൊടുത്തു, സ്റ്റാഫിൻ്റെ സാലറിയൊക്കെ കൊടുത്തു. നമ്മുടെ എക്സ്പെക്റ്റേഷൻ മെജോൻ്റെ വീടിൻ്റെ വർക്കിൻ്റെ അഡ്വാൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇയാളോട് കമ്മിറ്റ് ചെയ്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെജോ പറയുകയാണ്, എനിക്ക് പെട്ടെന്നൊരു ഇതുണ്ടായി, ഒരു 2 മാസത്തേക്കൊന്ന് ഹോൾഡ് ചെയ്യും പ്രൊജക്റ്റ്. ഇങ്ങനെയാണ് പലരും ഈ കൂട്ടത്തിൽ പെട്ടത്. പിന്നെന്തുണ്ടായി? ഫ്രസ്ട്രേറ്റഡായി. പിന്നെ അവൻ പറയുന്നതാണ് തീരുമാനം. ഇപ്പം നമ്മുടെ സ്റ്റാഫിന് മനസ്സിലായി ഇയാളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന്. പൈസ ഇല്ലാത്ത മുതലാളിയെ ഏതെങ്കിലും സ്റ്റാഫ് ബഹുമാനിക്കുമോ? ഏതെങ്കിലും സപ്ലയർമാർ പിന്നെ നമുക്ക് കടം തരുമോ? കടം കിട്ടാതെ അല്ലെങ്കിൽ സപ്ലയർമാരുടെ സപ്പോർട്ടില്ലാതെ ലാഭത്തിൽ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമോ? റൈറ്റ്? സോ വി ബിക്കം ഫ്രസ്ട്രേറ്റഡ്. വെൻ ബിസിനസ്സസ് സ്റ്റാർട്ട് ലൂസിങ് മണി, എന്ത് ചെയ്യും? മിസ്ബേക്ക, നമുക്ക് സെയിൽ കുറഞ്ഞു, ബിസിനസ് ഇല്ല, നമുക്ക് പണത്തിന് ആവശ്യമുണ്ട്. ഹംസക്ക, പണത്തിന് ആവശ്യമുണ്ട്. ആദ്യത്തെ പണി എന്താ ദീപക്ക ചെയ്യുന്നത്? പ്രൈസ് കുറയ്ക്കും. എന്തിന്? കച്ചവടം കൂട്ടാൻ. ടോമേ, ഇതല്ലായിരുന്നോ പറ്റിയേ? സെയിൽ കിട്ടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. വില കൂടിയത് കൊണ്ടാണെന്ന്. ഇതാരൊക്കെയാ പറഞ്ഞേ? നമ്മുടെ സ്റ്റാഫ് എല്ലാ ദിവസവും സെയിൽസ് മീറ്റിങ്ങിൽ വന്നിട്ട് എന്താ പറയുന്നത്? അവർ പറഞ്ഞു
നമ്മുടെ വില കൂടുതലാണ് എന്ന്. ജോബി സാറേ, നമ്മുടെ വില കൂടുതലാണ് എന്ന്. എന്ത് സംഭവിക്കും? നമ്മൾ ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുക. പണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അക്കൗണ്ടിൽ ബാലൻസ് കിടപ്പുണ്ടെങ്കിൽ എടുക്കുന്നവൻ എടുത്താൽ മതി. എടുക്കുന്നവൻ എടുത്താൽ മതി. എൻ്റെ പ്രൊഡക്റ്റിന് ഇതാ വില. നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നീ ഇറങ്ങിക്കോ, ഞാൻ വേറെ ആളിനെ വെച്ച് വിറ്റോളാം. വെച്ചോ, ഇതല്ലേ നമ്മൾ പറയുന്നത്. പക്ഷേ പണമില്ലാതെ വരുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം വി സ്റ്റാർട്ട് കട്ടിങ് അവർ പ്രൈസ്. വില കുറയ്ക്കാൻ തീരുമാനിക്കും. ഇങ്ങനെയാണോ വില കുറച്ചേ? ആയിരുന്നോ? സതീശേട്ടാ എപ്പോഴാണ് വില കുറച്ചേ? ഫണ്ടിന് ആവശ്യമുള്ളപ്പോൾ.